പ്രത്യേകിച്ച് ബോയ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് ലീവ് ലിമിറ്റഡ് ആയിരിക്കും, ലീവ് കുറവാണ്. അപ്പം അതേപോലെ ബോയ്സ് എപ്പോഴും ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിലും ഒരു ഔട്ട്ഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ ഒരു മെജോറിറ്റി ആളുകളും കുറച്ച് പിറകോട്ടാണ്. കാരണം അവർ പെട്ടെന്ന് വന്ന് ഹറിബറി ആയിട്ട് എടുക്കുക എന്നുള്ളൊരു കൺസേൺ അപ്പോൾ നമ്മളധികം കാണാറുള്ളത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രോഡ് അഥവാ പുറത്തുനിന്നാണ്. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിർച്വലി മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മൾ എടുക്കും. ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനിൽ വീഡിയോ കോൾ ചെയ്തിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ വരുന്ന ഡേ ട്രയൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഡേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ ചില കസ്റ്റമറെ കേസിൽ നമ്മൾ കസ്റ്റമർ ചോദിക്കാറുണ്ട് ട്രയൽ ഒഴിവാക്കാൻ പറ്റും, കാരണം എനിക്ക് അതിനുള്ള ടൈം പോലും ഞാൻ വരുന്ന ഡേ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഈ ഫിറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ട്രയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഈ സൂട്ടിൻ്റെ ഫിറ്റ് കറക്റ്റ് ചെയ്യാതെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ ത്രൂ ആ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മെഷർമെൻറ്റ് വേരിയേഷൻസ് വന്നാൽ ചിലപ്പോൾ കുളമായും. അപ്പോൾ നിങ്ങളൊരു പ്രോഗ്രാം കുളമാകാൻ നമ്മൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫിറ്റ് കറക്ഷൻ എന്ന് പറയുന്ന സെഷൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാമാണ് കുളമാവുന്നത്. ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ ഓൺലൈനിൽ വീഡിയോ കോൾ ചെയ്ത് മെഷർമെൻറ്റ് ചെയ്യും. സോ നിങ്ങൾ നാട്ടിലെത്തുന്ന ഡേ നമുക്ക് ട്രയൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഡേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും.